നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ അന്ത്യം അടുത്തു. സമ്പൂർണ്ണ വിനാശമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇസ്രയേലിന്റെ ശത്രുക്കളെല്ലാം കൈകോർക്കും. തങ്ങളുടെ അന്തസ്സ് കാക്കാൻ ഗാസയിലെയും പലസ്തീനിലെയും ജോർദാൻ നദീ മേഖലയിലെയും പലസ്തീനികൾ ഒന്നിക്കും. ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പുമായി റഷ്യൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് അലക്സാണ്ടർ ദഗിൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകനാണ് അലക്സാണ്ടർ ദഗിൻ. ഏറെ വൈകാതെ മധ്യേഷ്യ വലിയ യുദ്ധത്തിന് സാക്ഷിയാകുമെന്ന ഭയാനകമായ വിവരം കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദഗിൻ. ഇതേക്കുറിച്ച് ദഗിൻ പറയുന്നത് ഇങ്ങനെ: മധ്യേഷ്യയിൽ വലിയ യുദ്ധമുണ്ടാകും. കുറച്ച് താമസിക്കാം, എന്നാലും ഉണ്ടാകും. ഹൂതികൾ നിർത്തില്ല. ചെങ്കടലിലേക്ക് ഇനി കപ്പലുകൾ പ്രവേശിക്കില്ല. എണ്ണവില കുതിച്ചു കയറും. പ്രകോപനങ്ങൾക്ക് റഷ്യ മറുപടി നൽകും. ഇസ്രയേലിന്റെ തകർച്ച അനിവാര്യമാണ്. അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വിളിച്ചോളൂ. നമ്മൾ അതിനെ അവസാന സമയം എന്ന് വിളിക്കും. സമ്പൂർണ്ണ നാശം ഇപ്പോഴാണ്. ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ചും മാത്രം കഴിഞ്ഞ്. ഇപ്പോഴുണ്ടാകില്ലായിരിക്കാം, എന്നാൽ ഉടനെ ഉണ്ടാകും. നവംബർ 7 അറബ് പത്രമായ അൽ മജല്ലയിൽ എഴുതിയ ലേഖനത്തിലും ദഗിൻ സമാനമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. വലിയ ഒരു മാറ്റത്തിന്റെ വക്കിലാണ് ആഗോളക്രമം. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഉരുവം കൊണ്ട ഏകധ്രുവത്തിൽ നിന്ന് ബഹുധ്രുവത്തിലേക്ക് ലോകം മാറും. റഷ്യ, ചൈന, ഇസ്ലാമിക ലോകം, ഇന്ത്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ പ്രധാനികളുടെ വരവ് അഭൂതപൂർവമായ രീതിയിൽ സ്പഷ്ടമാണ്. വൈവിധ്യമായ സംസ്കാരങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഇവ, ദഗിൻ എഴുതി. ഗാസയിലെ യുദ്ധത്തെക്കുറിച്ച് ദഗിൻ കുറിച്ചത് ഇങ്ങനെ: ഹമാസിന്റെ ആക്രമണവും ഇസ്രയേലിന്റെ തിരിച്ചടിയും അംഗീകൃത മാനുഷിക കൽപ്പനകൾക്കകത്ത് നിൽക്കുന്നവയല്ല. ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണ്. പടിഞ്ഞാറും ഇസ്ലാമിക ലോകവും തമ്മിലുള്ള വിശാലമായ ഏറ്റുമുട്ടലിലേക്ക് ഈ ആക്രമണം കാരണമായി. വ്യക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഇസ്രയേലിന് ലഭിക്കുന്ന ഏകപക്ഷീയവും നിരുപാധികവുമായ പിന്തുണ ഈ ഏറ്റുമുട്ടലിനെ സാധൂകരിക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം അനിവാര്യമാണ്. പലസ്തീൻ വിഷയം അതിനെ ഏകോപിപ്പിച്ചിരിക്കുന്ന നിമിത്തമായി മാറും. സുന്നി, ഷിയ, തുർക്ക്, ഇറാനിയൻ, യമൻ, സിറിയ, ഇറാഖ്, ലിബിയ എന്നിവിടങ്ങളിലെ ആഭ്യന്തര സംഘർഷത്തിൽ ഉൾപ്പെട്ട ഗ്രൂപ്പുകൾ എന്നിവരെല്ലാം ഇക്കാര്യത്തിൽ ഒന്നിക്കും. US, യൂറോപ്പ്, റഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ താമസിക്കുന്ന മുസ്ലിങ്ങളും നിസ്സംഗരായിരിക്കില്ല. രാഷ്ട്രീയ അസാദൃശ്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ തങ്ങളുടെ അന്തസ്സ് കാക്കാൻ ഗാസയിലെയും പലസ്തീനിലെയും ജോർദാൻ നദീ മേഖലയിലെയും പലസ്തീനികൾ ഒന്നിക്കും. നേരത്തെ ട്വിറ്റർ മേധാവി ഇലോൺ മസ്ക് അടക്കമുള്ളവർ ഹമാസ്, ഇസ്രയേൽ, റഷ്യ, യുക്രൈൻ സംഘർഷങ്ങൾ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക പങ്കുവച്ചിരുന്നു.